അയാൾ അങ്ങനെ പ്രിയങ്കയുടെ സിനിമയുടെ റിലീസാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ ഓരോരുത്തർക്ക് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാൻ കാരണം അത്രയും വലിയ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ ഒക്കെ ഉണ്ട് എന്ന് റിലീസാവാൻ, എന്നിട്ട് അവരോട് മത്സരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ വെച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിട്ടാണ്. നല്ല സിനിമകൾ എന്ന് പറഞ്ഞാൽ ആളുകൾ കയറും, അതിനി സൂപ്പർ സ്റ്റാറുകളുടെ ആവണം എന്നൊന്നുമില്ല, ആ ആളുകൾ കയറും. അത്രയും നല്ല കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ റിലീസിന് വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ തിയേറ്ററിലും ഒരു 50% ആളുകളൊക്കെ കയറിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ വീണ്ടും ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രിയങ്ക മാഡത്തിനെയും അതുപോലെ തന്നെ സുകുമാരി മാഡത്തിനെയും കൂടിയിട്ട് ഒരുമിച്ച് തിയേറ്റർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് സിനിമ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ വരുന്ന സമയത്ത് കുറേ മീഡിയാസിനൊക്കെ അവിടെ അറേഞ്ച് ചെയ്യണം. അവർ വരുന്ന സമയത്ത് അവരോട് ഓരോ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അതെല്ലാം സെറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഫോം വെക്കുന്നുണ്ട്. ഒരു സമയത്ത് ഈ സുകുമാരി മുത്തശ്ശി ഭയങ്കര മോഡേണായിട്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള സാരിയൊക്കെ എടുത്തിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ കൈ പിടിച്ചിട്ട് അങ്ങ് ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പ്രൊഡക്ഷൻ കൺട്രോളറെ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ടാണ് അവർ ഇറങ്ങി വരുന്നത് തന്നെ. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ മാഡം ഇന്നത്തെ തിയേറ്ററിൽ ഒരുപാട് ആളുകളൊക്കെ കയറിയിട്ടുണ്ട്, എല്ലാ തിയേറ്ററിലും ഒരു 50ഓളം ആളുകളൊക്കെ, ഒരു 50% ആളുകളൊക്കെ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, 50% ആളുകൾ എന്ന് പറഞ്ഞത് പകുതി ആളുകളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതെ, പകുതി ആളുകൾ തന്നെ, അതും ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ ഒക്കെ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് 50% ആളുകൾ കയറിയത് തന്നെ വലിയ കാര്യമാണ്. അത് നമ്മളെ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സിനിമ ആയതുകൊണ്ടാണ് 50%എങ്കിലും കയറിയത് എന്നുള്ള കാര്യം ഇങ്ങനെ ഇയാൾ ഈ സുകുമാരി മുത്തശ്ശിനോട് പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പ്രിവ്യൂസൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളറും ഈ മാനേജറും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രിവ്യൂ വരുന്ന സമയത്തെ നല്ല സിനിമയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല, നല്ല സിനിമക്ക് നല്ല പ്രിവ്യൂ തന്നെ വരും, പിന്നെ നല്ല സിനിമകൾക്ക് ആളുകൾ കയറും ചെയ്യും, അതിന് സൂപ്പർ സ്റ്റാർസുകളുടെ ആവണം എന്നൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശിനോട് പറയണം. അപ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, സിനിമ വിജയിക്കുന്ന എനിക്ക് ഉറപ്പാണ്, സിനിമയെക്കുറിച്ച് എനിക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം സുകുമാരി മുത്തശ്ശിയും കൂടിയിട്ട് അങ്ങനെ പറയാണ്. ആ സമയത്താണ് ഈ പ്രിയങ്ക ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പ്രിയങ്ക ഇറങ്ങി വരുന്നത് അങ്ങ് നോക്കണം. അപ്പോൾ ഇവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വരുന്നത്, ഒരുപാട് സന്തോഷത്തോടെ അങ്ങനെ ഒരുപാട് നല്ല ഡ്രസ്സും കോസ്റ്റ്യൂംസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അവൾ അങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി അവളങ്ങനെ നോക്കുന്ന സമയത്ത് ഇവൾ നേരെ സുകുമാരി മുത്തശ്ശിയുടെ അടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അവളോട് പറയുന്നുണ്ട്, എൻ്റെ മോളെ, ഞാൻ മോളെ എന്നും കാണുന്നതാണ്, എന്നിട്ട് ഇന്ന് കാണുമ്പോൾ എന്നോ എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രയും ഭംഗിയുണ്ട് എന്നൊക്കെ അങ്ങനെ ഇവളെ അങ്ങ് കുറച്ച് പുകയത്തി അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവൾ വീണ്ടും അങ്ങ് ഹാപ്പി ആവാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നത്തെ റിലീസിൻ്റെ ദിവസം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ തിയേറ്റർക്ക് പോയിക്കോളൂ, അവിടെ ആകുമ്പോൾ ഒരുപാട് ഈ ചാനൽസും മീഡിയാസും റിവ്യൂ എടുക്കുന്നവർ എല്ലാവരും ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ ആ ഒരു 10 മിനിറ്റിൽ തന്നെ ഇങ്ങനെ പ്രിവ്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് വേണമെങ്കിൽ ഫാൻസുകാരും എല്ലാവരും ഉണ്ടാകും നിങ്ങളെ കാണാൻ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുകയാണ്, ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയെ കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, ഇനി ഈ സിനിമ എങ്ങാനും ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചാകരയായിരിക്കും, അത് ഇനി പ്രിയങ്കയ്ക്ക് ഇനി ഒരു റെസ്റ്റ് പോലും ഉണ്ടാവില്ല. ഇനി നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ഒരുപാട് സിനിമയിൽ നിന്നൊക്കെ വിളികളും വരും, ഒരുപാട് പുറത്തു നിന്നും എല്ലാം വിളികളൊക്കെ വരും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റർവ്യൂസും കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ മാനേജറും കൂടി പറയുന്നുണ്ട്, അതെ, ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, ഈ പ്രൊഡ്യൂസേഴ്സിന് നല്ല ഡിമാൻഡാണ്, പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സുകുമാരി മാഡത്തിനും എന്തായാലും ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവരും പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് തിയേറ്റർക്ക് പോകാം എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ആ തിയേറ്റർക്ക് അങ്ങനെ ആദ്യത്തെ ഷോ കാണാൻ അങ്ങ് പോവുകയാണ്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ രാധിക അവിടുന്ന് ആശ്രമത്തിൽ നിന്ന് ഈ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ഇവൾ നേരെ തന്നെ വീടിൻ്റെ അകത്ത് കയറിയിട്ട് അമ്മയെ എന്ന് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ആ വിളി കേട്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും കൂടി, ദേവനും യശോദയും മുത്തശ്ശിയും അതുപോലെ തന്നെ വരുണും ഒക്കെ ഇവളുടെ അടുത്തേക്ക് അങ്ങ് വിളി കേട്ട് അങ്ങ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവൾ എല്ലാവരും കൂടി നോക്കുന്ന സമയത്ത് എല്ലാവരും നല്ല ഓണത്തിൻ്റെ ഒരു സെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അവിടെ നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മുത്തശ്ശീനെ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഭക്ഷണം കൊണ്ടുപോയിട്ട് അവിടെ ഭക്ഷണം വിളമ്പാനും ഇതിനും മാത്രമേ നിന്നിട്ടുള്ളൂ, അത് അവരുടെ കൂടെയൊക്കെ ഓണം ആഘോഷിക്കാനൊക്കെ നിന്നോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ എല്ലാത്തിനും അവരുടെ കൂടെ തന്നെ നിന്നു, പിന്നെ ഈ ശങ്കർജി ഉണ്ടല്ലോ, എന്ത് നല്ല മനുഷ്യനാണ് അയാൾ, ഞാൻ അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവന്നതാണ് എന്നുള്ള രീതിയിലൊന്നും അല്ല എന്നോട് സംസാരിച്ചത്.
ഞാനെന്തോ അങ്ങോട്ടൊരു വന്ന ഒരു ഗസ്റ്റായിട്ടൊക്കെയാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തത്. അവർ ഓരോരുത്തരെ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തലും ഓരോരുത്തരോട് ഇങ്ങനെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയലും ഒക്കെയായിരുന്നു. ഞാൻ അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവന്ന ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത്രയും നല്ല ഒരാളായിരുന്നു അത്. പിന്നെ അവിടെ ചെന്ന സമയത്ത് എന്താ എനിക്കറിയില്ല, എനിക്ക് നല്ല പരിചയമുള്ള ഒരാളുടെ ഇടം പോലെയൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. നമ്മൾ മുന്നേ നല്ല പരിചയമുള്ള ഒരു ഇടമായിട്ടൊക്കെ എനിക്ക് തോന്നിയത്. ഒരുപാട് കാലം അവിടെയൊക്കെ നിന്നിട്ടുള്ള ഒരു പരിചയം പോലെ എന്തോ നമുക്കുമായിട്ടൊരു ആത്മാർത്ഥ ബന്ധം ആ ഒരു ആശ്രമമായിട്ട് എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ രാധിക പറയുന്നുണ്ട്. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ഇടമായിട്ടൊക്കെയാണ് എനിക്ക് അങ്ങോട്ട് കയറി ചെന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ വരുണ് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ, നിൻ്റെ അമ്മ അവിടെ അല്ലേ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക അതേ ശരിയാണ് എന്നൊക്കെ പറയുന്നത്. നീയല്ലേ ഒരമ്മേനെ അവിടെ കൊണ്ടാക്കിയത്, അപ്പോൾ ആ അമ്മ അവിടെ താമസിക്കുന്നത് കൊണ്ടായിരിക്കും നിനക്കും അങ്ങനെ ഫീൽ ചെയ്തത് എന്നുള്ള കാര്യം ഇങ്ങനെ രാധികനോട് പറയാണ്. അപ്പോൾ രാധിക അത് ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവളുടെ ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾ ഒരു മിനിറ്റ് ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ഫോൺ അങ്ങ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ മറുവശത്ത് ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി ഫോൺ എടുത്തിട്ട് എന്നെ പറയുന്നുണ്ട്, മോളെ ഇത് ഞാനാണ് താലൂക്ക് ഓഫീസിൽ നിന്ന് യാമിനിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ചേച്ചി പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ യാമിനി പറയുന്നുണ്ട്, അല്ല നീ നിൻ്റെ ഈ ഭക്ഷണം ഈ ആറ്റുവാശ്ശേരി സദ്യ വീണ്ടും തുടങ്ങിയല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ യാമിനി പറയുന്നുണ്ട്, നീ ആദ്യം ഞങ്ങളുടെ ഓഫീസിലേക്കും ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നിരുന്ന ആളായിരുന്നല്ലോ, പിന്നെ ആ പ്രശ്നം വന്നതിന് ശേഷമായിരുന്നല്ലോ അതൊന്ന് നിർത്തി വെച്ചത്. അത് ഒന്നുമല്ല, അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം എല്ലാവർക്കും ഒരു ചെറിയ പേടി കൊണ്ട് നിർത്തി വെച്ചതാണ്. അപ്പോൾ ഞാൻ ആ ശങ്കർജിയുടെ ആ ഒരു ആശ്രമത്തിലേക്ക് നിങ്ങളായിരുന്നു ഭക്ഷണം കൊണ്ടുപോയത് എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ അങ്ങനെ പറയാണ്. കാരണം ഈ ശങ്കർജി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധുവാണ്, ഒരു സുഹൃത്താണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അവിടുത്തെ സംസാരങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച സമയത്ത് അവിടെ ആറ്റുവാശ്ശേരി സദ്യയായിരുന്നു ഇന്ന് ഓണത്തിന് എന്നുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞ് കേട്ട് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക അങ്ങനെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവാണ് ഇവർ ഒക്കെ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ രാധിക അങ്ങനെ ഭയങ്കര സന്തോഷത്തിലങ്ങ് നിൽക്കുന്ന സമയത്ത് ഈ യാമിനി വീണ്ടും കൂടി അങ്ങ് പറയുന്നുണ്ട്, അതെ ഞാനിപ്പോൾ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ താലൂക്ക് ഓഫീസിലേക്കുള്ള ഒരു 25 പൊതിയായിരുന്നല്ലോ നീ കൊണ്ടുവന്നിരുന്നത്, അത് ഞങ്ങൾ വീണ്ടും അങ്ങ് നാളെ തൊട്ട് റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാളെ തൊട്ട് നിൻ്റെ ഭക്ഷണം വേണം എന്നുള്ള കാര്യം അങ്ങ് രാധികനോട് പറയണം. അപ്പോൾ രാധിക വീണ്ടും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ഓക്കെ അതെന്തായാലും ഞാൻ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ അങ്ങ് വെക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ചുറ്റുമുള്ള ആളുകളൊക്കെ ഇവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ആരായിരുന്നു എന്താ രാധിക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട് എല്ലാവരോടും കൂടി, നമുക്ക് ഒരു ഹാപ്പി ന്യൂസാണ്. നമ്മൾ സാധാരണ ആ ഒരു താലൂക്ക് ഓഫീസിലേക്ക് 25 പൊതിയായിരുന്നു ഞാൻ കൊണ്ടു കൊടുത്തിരുന്നത്, അവർക്ക് നാളെ തൊട്ട് ഇനിയും വേണമെന്നാണ് പറയുന്നത് എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് അങ്ങ് സന്തോഷമാവാണ്. ആ സമയത്ത് ദേവൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതേ നമ്മുടെ ഈ പൊന്നോണം എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ്, നമ്മുടേത് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത്. കാരണം എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷമുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വന്നത് ഈ ഓണത്തിനാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓണം അങ്ങ് ആഘോഷിക്കാം. എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ രാധിക ഇതങ്ങ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും ഭക്ഷണം ഇതുവരെ കഴിച്ചില്ല എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പറയുന്നുണ്ട്, അത് പിന്നെ നീ ഇങ്ങനെ പുറത്ത് പോയ സമയത്ത് ഞങ്ങളെങ്ങനെ ഭക്ഷണം കഴിക്കാനാണ്, നിന്നെ കാത്തിരുന്ന് നിങ്ങൾ വന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുള്ളൂ എന്നങ്ങനെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എന്തിനാ എന്നെ കാത്തു നിന്നത്, ഇതിപ്പോൾ വലിയ കഷ്ടമായല്ലോ. ഞാനാണെങ്കിൽ ആശ്രമത്തിൽ പോയപ്പോൾ അവിടുന്ന് അവരുടെ കൂടെ കുറച്ച് ഭക്ഷണം കഴിച്ചു പോവുകയും ചെയ്തു, എന്നിട്ട് നിങ്ങൾ എന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പറയുന്നുണ്ട്, അതൊന്നും യാതൊരു കുഴപ്പമില്ല, നീ വാ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഭക്ഷണം കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ നേരെ കിച്ചണിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശിയും ഈ യശോദാമ്മയും അതുപോലെ തന്നെ രാധികയും കൂടിയിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇലയൊക്കെ വെച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ അതിലേക്ക് അങ്ങ് വിളമ്പുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വരുൺ അങ്ങ് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട്, നമുക്ക് ഇവിടുത്തെ സിസ്റ്റം മൊത്തം അങ്ങ് മാറ്റണം എന്നൊക്കെ പറയണേ. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ദേവൻ അങ്ങ് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ദേവനോട് ഇങ്ങനെ ഈ വരുൺ പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് ഇവിടുത്തെ സിസ്റ്റം ഇന്ന് തൊട്ടങ്ങ് മാറ്റാം എന്നൊക്കെ അങ്ങനെ പറയണം. അവൻ ബാക്കിയുള്ളവർ എന്ത് സിസ്റ്റം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇവനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ വരുൺ അങ്ങ് പറയുന്നുണ്ട്, സാധാരണ എന്ത് വീട്ടിൽ പരിപാടി ഉണ്ടെങ്കിലോ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അവിടെ വീട്ടിൽ സ്ത്രീകളായിരിക്കും അടുക്കളയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അവർ ഭക്ഷണം ഉണ്ടാക്കാൻ തലേ ദിവസം തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവിടെയുള്ള ഒരുപാട് ജോലികളും ഭക്ഷണം ഉണ്ടാക്കലും അത് കഴിഞ്ഞിട്ടുള്ള ആ പാത്രം ക്ലീൻ ചെയ്യലും എല്ലാം ഇവർ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് വീട്ടിലെ സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് യാതൊരു കുഴപ്പമില്ല, അവർക്ക് ഭക്ഷണം മുന്നിലെത്തും, അവർക്ക് ഭക്ഷണം കഴിച്ച് കൈ കഴുകി അങ്ങ് പോകാം. പക്ഷേ ഇപ്രാവശ്യം നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇനി ആദ്യത്തെ ആ ഒരു
ഭക്ഷണം വിളമ്പുന്ന സമയത്ത് തന്നെ സാധാരണ പുരുഷന്മാർക്കാണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം സ്ത്രീകളെ അങ്ങ് ഇരുത്താം. എന്നിട്ട് അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മതി ഇനി നമ്മുടെ ഭക്ഷണം കഴിപ്പ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇവർ നേരെ പോയിട്ട് ഈ വരുന്ന മുത്തശ്ശിനെയും അതുപോലെ തന്നെ യശോദാമനെയും ഒക്കെ അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് രാധികനോട് അങ്ങ് ഇരിക്കാൻ പറയുന്ന സമയത്ത് രാധിക പറയുന്നുണ്ട്, ഞാൻ ഇരിക്കില്ല, ഞാൻ എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എന്തായാലും ഇരിക്കാൻ പോകുന്നല്ലേ, ഞാൻ നിങ്ങൾക്ക് ആദ്യം വിളമ്പി തരും എന്നൊക്കെ പറയാണ്. അപ്പോൾ വരുന്ന പറയുന്നുണ്ട്, രാധിക നീ വാശി കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ചെവിക്ക് അങ്ങ് പിടിച്ചിട്ട് അവൾ നിർബന്ധപൂർവ്വം അങ്ങ് അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ ഈ രാധിക അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛനോട്, അച്ഛാ ഇത് കണ്ടോ, ഈ നല്ലൊരു ദിവസം ഓണായിട്ട് ഈ ഭർത്താവായിട്ടുള്ള ഈ വരുൺ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ദേവനും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ ഇന്നത്തെ നല്ല ദിവസമാണ്, ആ സമയത്ത് ഭർത്താവ് വേദനിപ്പിച്ച അത്ര നല്ല കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ ഇവളോടൊരു തമാശ രൂപേണ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇങ്ങനെ വിളമ്പുന്നൊക്കെ ഉണ്ട്. വിളമ്പലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വരുണ് അവിടെ ഇരുന്ന് അങ്ങ് ഭക്ഷണം കഴിക്കണം. അപ്പം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ രാധിക പെട്ടെന്ന് തന്നെ ഈ അച്ഛനോട് ഇങ്ങനെ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ അച്ഛൻ അവരുടെ ആ ഒരു ഇലയിൽ നിന്നും കുറച്ച് ഭക്ഷണം എടുത്തിട്ട് അവളുടെ വായിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കി അങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ വരുണിനൊരു ഇതൊരു അത്ഭുതമായിട്ട് അങ്ങ് തോന്നുകയാണ്. അപ്പോൾ വരുണ് ഇതെന്താ ഒരു പുതിയൊരു സിസ്റ്റം എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ദേവൻ പറയുന്നുണ്ട്, അത് പിന്നെ നിനക്കറിയില്ല, ഇത് ഇവിടുത്തെ ഒരു ശീലമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ യശോദാമ്മ അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറയാൻ മറന്നതാണ്, ഞാൻ ഇതുവരെ നിന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാ പ്രാവശ്യവും ഓണത്തിന് ആദ്യത്തെ ഉരുള അവൾ അച്ഛൻ്റെ അടുത്തു നിന്നാണ് കഴിക്കാറ്. ഇനി അഥവാ എങ്ങാനും അച്ഛൻ അവൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ ഈ ഓണം അങ്ങ് തകർത്ത് കളയും, ഇവിടെ എന്നാകെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, അത് ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്ത് സിസ്റ്റമാണ്, ഞാൻ ഇതുവരെ കാണാത്തൊരു സിസ്റ്റം എന്നൊക്കെ ഇങ്ങനെ ഈ വരുന്ന രാധികനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വരുണിനോട് രാധിക പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഉരുളൊക്കെ പ്രത്യേക ടേസ്റ്റാണ്, അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ നീ കൂടി അങ്ങ് ട്രൈ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ദേവൻ ഇങ്ങനെ അവളോട് പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത്, അത് വരുണിന് ഞാനങ്ങനെ വാരി കൊടുക്കുന്നത് അതൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അതിനെന്താ ഒരു കുഴപ്പമില്ല, അച്ഛൻ ഒരു ഉരുള എനിക്കും കൂടി തന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ദേവൻ ആദ്യമൊക്കെ ചെറിയൊരു മടിയുണ്ടെങ്കിൽ അവനും കൂടി അങ്ങ് ഉരുള അങ്ങ് വായിലങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവനും കഴിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയാണ്, അച്ഛന് തരുന്ന ഈ ഉരുളൊക്കെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാറയുടെ വീട്ടിലാണെങ്കിൽ ഈ സോന ഭക്ഷണത്തിൽ ഭക്ഷണമൊക്കെ അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോന ഇങ്ങനെ ആ ഭക്ഷണത്തിൻ്റെ മുന്നിലങ്ങ് ഇരുന്നിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സദ്യയൊക്കെ ഉണ്ടാക്കാൻ ആർക്കാ ടൈം, അതിനൊക്കെ കുറിച്ച് ആർക്കാ അറിയുന്നത്, ആർക്കും അറിയൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങ് ഭക്ഷണം ഓർഡർ ചെയ്ത് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചേച്ചി അമ്മനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങ് റൂമിലേക്ക് പോയിട്ടുണ്ട്, അമ്മനെയും കൊണ്ട് 3 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കും ഇവൾ ഫോൺ വെച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സേറാന്ന് പറയുന്നത് ഒരു വീൽ ചെയറിൽ ഒരു സ്ത്രീനെയും കൊണ്ട് അങ്ങ് ഈ ടേബിളിൻ്റെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് അവരുടെ അമ്മ. അപ്പോൾ ആ ഒരു അമ്മനെയും കൊണ്ട് അങ്ങ് വരുന്നുണ്ട്. ആ അമ്മ എന്ന് പറയുന്നത് ഒരു കോമ സ്റ്റേജിലാണ്, അവർക്ക് ഇങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യുന്നൊന്നുമില്ല, അവിടെ അങ്ങനെ ഒരു വേറൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ, ആ ഒരു രൂപത്തിൽ അങ്ങ് ഇരിക്കുന്നുള്ളൂ, സംസാരിക്കുക അല്ലെങ്കിൽ കൈ അനക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അവരിങ്ങനെ നേരെ അങ്ങനെ വന്ന് ഈ ടേബിളിൻ്റെ അടുത്ത് ആ വീൽ ചെയർ അങ്ങ് വെക്കുന്നുണ്ട്. എന്നിട്ട് ചെയർ അങ്ങനെ പറയുന്നുണ്ട്, അമ്മേ ഇന്ന് ഓണാണ്, ദിവസം എന്ന് പറയുന്നത് വളരെ നല്ല ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചതാണ് ഞങ്ങൾ 2 പേരും. അതുകൊണ്ട് ആദ്യത്തെ ഉരുള അമ്മ ഒന്ന് വാ തുറന്ന് ഞാൻ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഒരു സദ്യയിൽ നിന്നും കുറച്ച് ചോറ് എടുത്തിട്ട് ഇവരുടെ വായിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇവർ വാ തുറക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സോനയും ഈ സേറയും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയൊന്ന് വാ തുറക്ക്, ഒരു ഉരുളയെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടം വരും എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്നിട്ട് സേറ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ ഈ ഒരു ഉരുള കഴിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കും, അതുകൊണ്ട് അമ്മ ഇതൊന്ന് കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മയുടെ വായിൽ ഇങ്ങനെ കുറച്ച് ഭക്ഷണം അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ചിങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്തോ ഒരു നിരാശയായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സോന ഇങ്ങനെ ഈ അമ്മനെ കണ്ടിട്ട് ഇങ്ങനെ ഇവൾ വീണ്ടും ഇങ്ങനെ ഇമോഷണലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അമ്മയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു, പണ്ട് അമ്മ നമ്മുടെ പിന്നാലെ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി കളിച്ചിരുന്ന ആ ഒരു അമ്മയാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. നമ്മൾ എത്രമാത്രം സന്തോഷത്തോടെ ഇരുന്ന് ജീവിച്ചിരുന്നത്, എത്രമാത്രം നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു, പക്ഷേ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൾ വീണ്ടും നിരാശയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേറ അമ്മനെ വീൽ ചെയറിൽ വീണ്ടും റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ സോന എണീറ്റിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അമ്മയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഇമോഷണലായി വീണ്ടും ഇങ്ങനെ പറയുന്ന സമയത്ത് സേറ ഈ സോനനെ അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്,
സോന, നീ എന്തൊക്കെയാണ് ഇപ്പം ഇങ്ങനെ അമ്മയുടെ മുന്നിൽ വെച്ച് പറയുന്നത്? നിനക്കറിയില്ലേ, ഇപ്പം അമ്മക്ക് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അപ്പം അമ്മയോട് ഇങ്ങനെ വിഷമിപ്പിക്കരുത് അമ്മനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സേറെ നേരെ ഈ അമ്മനെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ ഈ വീൽ ചെയർ റൂമിലാക്കിയിട്ട് ഇവൾ നേരെ ആ റൂമിൻ്റെ ഡോർ അങ്ങ് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സേറെ ആ അമ്മയും മാത്രമേ ഉള്ളൂ റൂമിൽ. അപ്പോൾ ഈ അമ്മയുടെ മുന്നിൽ അമ്മനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇവൾ പറയുന്നുണ്ട്, നമ്മളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചവരോടുള്ള പക മുഴുവനും ഞാൻ വീട്ടുന്നുണ്ട്, അതിനുള്ള എല്ലാ ലക്ഷ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഒരുപാട് പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ശത്രുതയുടെയും ഈ ഒരു പക വീട്ടലിൻ്റെയും പ്ലാനുകളൊന്നും എന്തായാലും സോനനെ ഞാൻ അറിയിച്ചിട്ടില്ല. അവളൊന്നും അറിയണ്ട, അവൾ അവളുടെ ജീവിതം അങ്ങനെ ആസ്വദിക്കട്ടെ. നമ്മൾ വേണം പക വീട്ടാൻ. ഞാൻ തന്നെ പക വീട്ടി നമ്മുടെ കുടുംബത്തിന് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചവരെ മൊത്തം ഞാൻ നശിപ്പിച്ചിരിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ ഈ അങ്ങ് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ അമ്മ ഇങ്ങനെ അവിടെ ടേബിളിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയിലേക്ക് അങ്ങ് നോക്കുന്നുണ്ട്. അവിടെ ഒരാളും അയാളുടെ കൂടെ ഒരു 16 വയസ്സുള്ള ഒരു ചെറുക്കനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ഈ ഫോട്ടോയിലേക്ക് ഈ അമ്മ നോക്കുന്നത് കണ്ടിട്ട് ഈ സേറയും കൂടിയിട്ട് അങ്ങ് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ അച്ഛൻ്റെ ജീവൻ എടുത്ത, എൻ്റെ കുഞ്ഞനിയൻ്റെ ജീവൻ എടുത്ത അവരെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇവരുടെ കുടുംബത്തിൽ മുന്നൊരു ട്രാജഡി നടന്നിട്ടുണ്ട്. ഈ സേറയുടെ അച്ഛനും സഹോദരനും മരിച്ചു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അമ്മ കോമയിലും ആയിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപകടത്തിൻ്റെ ശത്രുതയാണ് എന്തായാലും ഈ സേറ അങ്ങ് വീട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ സേറ പറയുന്നുണ്ട്, അമ്മയെ ഈ അവസ്ഥയിൽ എത്തിച്ച ആ കണിമംഗലം പരമേശ്വരൻ്റെ സഹോദരനെ ചന്ദ്രശേഖരനെ എന്തായാലും ഞാൻ എൻ്റെ വലയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ചന്ദ്രശേഖരനെയും അതുപോലെ തന്നെ ഈ വരുണിനെ ഞാൻ ശത്രുക്കളാക്കി മാറ്റി. പരസ്പരം കൊന്നു കളയാനുള്ള വൈരാഗ്യം വരെ ഞാൻ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ഓരോരുത്തരെയും ഞാൻ നശിപ്പിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി പോകുകയാണ്. പക്ഷേ ഈ കൂട്ടത്തിലൊന്നും നമ്മുടെ പക വീട്ടാനില്ലാത്ത ഒരാളും കൂടി എൻ്റെ ശത്രുവായി മാറിയിട്ടുണ്ട്. അതും ആ വരുണിൻ്റെ ഭാര്യ രാധിക, അവൾ എൻ്റെ ശത്രുവായി മാറിയിട്ടുണ്ട്. അതൊന്നും പക വീട്ടാനുള്ള ഒരു ശത്രുതയല്ല, അതെനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ശത്രുതയാണ്. അത് ഞാൻ എന്തായാലും അവളോട് സ്വയം ഞാനത് വേറെ തന്നെ അവളോട് വീട്ടിയിരിക്കും, അവളെ ഞാൻ നശിപ്പിച്ചിരിക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ സാറേ ഈ അമ്മനോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ അമ്മ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ആ ഒരു കോമാവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സേറ പറഞ്ഞുകൊണ്ട് വരുന്നത്, സോനനെ യാതൊരു കാര്യങ്ങളും അറിയിക്കാതെ, ആ പക വീട്ടലിൻ്റെ പ്ലാനുകളൊന്നും അറിയിക്കാതെ അവർ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള കാര്യത്തിൽ ഈ സേറ മാത്രമാണ് ഈ ഒരു പക വീട്ടലിന് നിൽക്കുന്നത് എന്നും സോന ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സേറ അമ്മനോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മുടെ പ്രിയങ്കരയാണ് കളിക്കുന്നത്. പ്രിയങ്ക ഈ ബെഡിലിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ്, ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് തന്നെ ഈ സുകുമാരി മുത്തശ്ശി, അതുപോലെ തന്നെ ആ മാനേജറും പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ ഒന്ന് എണീക്ക് മോളെ, ഇപ്പം മണിക്കൂറുകളായില്ല കരയാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം മിക്കവാറും അവരുടെ സിനിമ പൊട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് ആദ്യത്തെ ദിവസം തന്നെ ആളുകൾ കയറിയിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവൾ അത്രയും അങ്ങനെ കരയാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇനി അടുത്ത ദിവസം എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മിക്കവാറും നമ്മുടെ ഈ പ്രിയങ്കയുടെ സിനിമ പൊട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത്രയും സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ തന്നെ ഇവരുടെ സിനിമ റിലീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു സിനിമ ഇതിൽ നിന്ന് കുറച്ച് പിറകിലേക്ക് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ തന്നെ കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ നാളത്തെ എപ്പിസോഡിൽ ഈ സോന അവളുടെ ഫ്രണ്ട്സിനൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് അതാ സോന വിളിക്കുന്നു, ഫോൺ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്പീക്കറിലിട്ട് ഇങ്ങനെ ഇവളെന്താ പറയുന്നതെന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സോന പറയുന്നുണ്ട്, നിങ്ങൾ എന്താ വിചാരിച്ചത് എനിക്ക് കഴിവില്ല എന്നോ? ഞാൻ അവനെ എൻ്റെ പബ്ലിക്കായിട്ട് എൻ്റെ മുഖത്തടിച്ച് വെറുതെ വിടുമെന്നാണോ നിങ്ങൾ കരുതിയത്? അത് നിങ്ങൾക്ക് തെറ്റി. അവനെ ഇനി മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു ഓഫീസിൽ എത്തിയിരിക്കും. ഞാൻ അവനെ പൂട്ടി എന്നൊക്കെ പറയണം. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുകയാണ്, അല്ല നീ എങ്ങനെ അവനെ പൂട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡ് തന്നെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.